സുഹൃത്തുക്കളെ, PSC അടുത്ത കാലങ്ങളിൽ നടത്തിയ പരീക്ഷകളിൽ കണ്ടുവന്നിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയ സോഴ്സുകളിൽ നിന്നൊക്കെ നമ്മൾ ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ആ ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളാക്കി നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം. ഇനി രണ്ടാമത്തെ ചോദ്യം: അടുത്തിടെ ഏത് രാജ്യമാണ് പുതിയ കറൻസിയായ ZIG പുറത്തിറക്കിയത്? സിംബാബ്വെ ആണ്. സിംബാബ്വെ. അപ്പം നമ്മൾ അതിൻ്റെ പേരെന്നെ അതാണ്, സിംബാബ്വെ ഗോൾഡ് എന്നാണ് ആ ZIGൻ്റെ ഫുൾ നെയിം. സിംബാബ്വെ ഗോൾഡ് എന്നാണ് ഈ ഒരു കറൻസി, അതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ അടുത്തിടെ ഏത് രാജ്യമാണ് പുതിയ കറൻസിയായ ZIG പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ സിംബാബ്വെ. ഓർത്ത് വയ്ക്കുക, അത് ആ ഒരു പേരിൽ തന്നെ അതുണ്ട്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: ഭീകരതയ്ക്കെതിരായ ഇന്ത്യ ജപ്പാൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 6ാമത് യോഗം നടന്ന നഗരം ഏതാണ്? ഭീകരതയ്ക്കെതിരായ ഇന്ത്യ ജപ്പാൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 6ാമത് യോഗം നടന്ന നഗരം ഏതാണ്? ഉത്തരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യ ജപ്പാൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 6ാമത് യോഗം നടന്നത്. നാലാമത്തെ ചോദ്യം: ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളം. അഞ്ചാമത്തെ ചോദ്യം: ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? റഷ്യ, ഫ്രാൻസ്. റഷ്യയും ഫ്രാൻസുമാണ് ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ. ആറാമത്തെ ചോദ്യം: ഹരേല ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരേല ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് ഹരേല ഫെസ്റ്റിവൽ നടക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണത്തിലാണ്. കുലശേഖരപട്ടണം. അവിടെയാണ് ഇന്ത്യയുടെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം: 2023 ഏപ്രില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത്? 2023 ഏപ്രിൽ മാസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത് എന്ന് ചോദിച്ചാൽ 75ാമത്തെ വാർഷികം. 75ാമത്തെ വാർഷികമാണ് 2023 ഏപ്രിൽ മാസം നടന്നത്. അടുത്ത ചോദ്യം: മലയാളിയായ കൈലാഷ് നാഥൻ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിതനായത്? മലയാളിയായ കൈലാഷ് നാഥൻ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിതനായത്? ഉത്തരം പുതുച്ചേരിയാണ്. അപ്പോൾ പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് മലയാളിയായിട്ടുള്ള കൈലാഷ് നാഥൻ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്. അടുത്ത ചോദ്യം: രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡിനറി, അതിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റീൻ്റെ പരമോന്നത പുരസ്കാരമാണ് ഒളിമ്പിക് ഓർഡിനറി. ഈ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. അടുത്ത ചോദ്യം: എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 4ാമത്തെ രാജ്യമാണ്. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം: 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഹരിത സാവിത്രിക്കാണ്. ഹരിത സാവിത്രിക്കാണ് 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം: അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ
ആദ്യം മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആദ്യം മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളമാണ് ആദ്യമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള മാർഗരേഖ പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച സാഡോ സ്വർണ്ണഖനി ഏത് രാജ്യത്താണ്? സാഡോ സ്വർണ്ണഖനി ജപ്പാനിലാണ്. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ച സാഡോ സ്വർണ്ണഖനി ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ്, ജപ്പാൻ. അടുത്ത ചോദ്യം, 27ാം ദേശീയ യുവജനോത്സവം നടന്ന നഗരം ഏതാണ്? 27ാം ദേശീയ യുവജനോത്സവം നടന്ന നഗരം നാസിക്കാണ്. നാസിക്കിൽ വെച്ചിട്ടാണ് 27ാം ദേശീയ യുവജനോത്സവം നടന്നത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം. അടുത്ത ചോദ്യം, 18ാം ലോകസഭയിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം എന്നാണ്? 18ാം ലോകസഭയിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം എന്നാണ്? 2024 ഏപ്രിൽ 19 2024 ഏപ്രിൽ 19 18ാം ലോകസഭയിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ചോദ്യം, 2024 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 82 82 ഇന്ത്യയുടെ സ്ഥാനം. അടുത്തത്, മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തളിപ്പറമ്പ്. അവസാനത്തെ ചോദ്യം, 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ലാവോസ് ആണ് 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. നമ്മളിവിടെ 20 പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മളിത് അടുത്ത കാലങ്ങളിൽ വന്ന് കണ്ടിട്ടുള്ളതും അതുപോലെ നമ്മൾ റെഫർ ചെയ്ത തൊഴിൽ വാർത്ത, തൊഴിൽവേദി ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതൊന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.